ഈ അടിയിലൂടെ കാണുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്നും ക്രൈസ്റ്റ് കോളേജ് വഴി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റോട്ടിൽ കിടക്കുന്ന കരിങ്കല്ല് കണ്ടില്ലേ, അത് വീട് പണിക്ക് തറ പണിക്ക് കൊണ്ടിട്ടേക്കണ കരിങ്കല്ലല്ല, റോഡ് നികത്താൻ വേണ്ടി കൊണ്ടിട്ടേക്കണ കരിങ്കല്ലുകളാണ്. ഇതിപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അവിടെ ഒരു ടീ കമ്പനി എന്ന് പറഞ്ഞൊരു ടീ ഷോപ്പുണ്ട്. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു ബൈക്ക് യാത്രികൻ ഈ കല്ലുമോടെ കയറി അയാൾ ഇടിഞ്ഞൊഴിഞ്ഞ് വീണു. ആളെ മുട്ടിന് പരിക്ക് പറ്റിയെന്നാണ് അറിഞ്ഞത്. ആൾ ജോലിക്ക് പോയൊരു മനുഷ്യനാണ്. ആൾ തിരിച്ച് വീട്ടിലേക്ക് പോയി, ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി. ഇതിലെ തന്നെ ബസ്സുകൾ ഇഷ്ടം പോലെ, അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഈ റൂട്ടാണ്. കോളേജ് പിള്ളേരുകൾ കാലത്തും വൈകുന്നേരം പോകുന്നതും ഈ വഴിയിലൂടെയാണ്, ക്രൈസ്റ്റ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ കരിങ്കല്ല് ടയറും അടിച്ച് ഈ പിള്ളേരെ മേത്ത് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. മഴക്കാലത്ത് ഈ അവിടെ കാണുന്ന, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അവിടെ കാണുന്ന കുഴികൾ എന്ന് പറയുന്നത് ഒരു മീൻ വളർത്ത കേന്ദ്രം വരെ ആക്കാം എന്ന രീതിയിലൊക്കെ ഉള്ള കുഴികളുണ്ട് അവിടെ. അപ്പോൾ അതിൽ വെള്ളം കയറി ആ ബസ് പോകുന്ന ടൈമിൽ ഈ പിള്ളേരെ മേത്ത് വെള്ളം തെറിച്ച് വിറ്റയങ്ങൾ ഈ ദുരിതം അനുഭവിച്ചിട്ടാണ് ഈ റോട്ടിലൂടെ പോകുന്നത്. ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കാണാനായിട്ട് എത്രയും പെട്ടെന്ന് പറ്റണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയല്ല, അത് കിട്ടിയാൽ മതി. അപേക്ഷയല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഒരു പ്രശ്നം വന്നാൽ മാത്രമാണ് നിങ്ങളതിന് പരിഹാരം കാണൂ എന്നുള്ളതല്ല. പ്രശ്നം വരാനായിട്ട് മുന്നേ അത് പരിഹരിക്കാനുള്ളൊരു ഉത്തരവാദിത്ത ബോധം കൂടി വേണം. കാരണം നിങ്ങൾ അടിച്ചിട്ടാണ് കല്ലുകൾ അവിടെ കണ്ടില്ലേ, ചെറിയ കാര്യങ്ങൾ മെറ്റലുകളല്ല അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഈ പറയുന്ന ബസ്സുകൾ ആദ്യം റോഡ് ദേശീയപാത നടക്കുന്ന കാരണം കൊണ്ട് ഇതിലെ ബസ് സ്റ്റാൻഡ് തൊട്ട് ഇതിലേലായിരുന്നു തൃശ്ശൂർക്ക് പോകുന്ന വണ്ടികൾ വിട്ടിരുന്നത്. ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞില്ലേ, ബസ്സുകളുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഇതിലെ ചീറിപ്പാഞ്ഞ് പോകണ കണ്ടില്ലേ. ഒരു ബസ്സിന് തന്നെ സ്പേസ് അധികം വലിയ സ്പേസ് ഇല്ലാത്ത സ്ഥലത്തിലൂടെയാണ് രണ്ട് ബസ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നത്. അത് ലിമിറ്റഡ് സ്റ്റോപ്പ് വരുന്ന ഈ റോട്ടിൽ കൂടെ ലിമിറ്റഡ് സ്റ്റോപ്പ് വരുന്ന ഒരു രീതി എങ്ങനെയാണ് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നത് വളരെ നിസ്സാരം. ഇങ്ങനെയല്ല അവർ പോവുക. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റി ഈ വിദ്യാർത്ഥികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലാണ് നിങ്ങൾ ഇതൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കടന്ന കൈയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക. കാരണം കോളേജ് പഠിക്കുന്ന പിള്ളേരാണ്, അവരുടെ ഭാവിയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി അവതാളത്തിലാണ്, അവരുടെ വീട്ടുകാരുടെ കാര്യവും കഷ്ടത്തിലാവും. അതുകൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് തീരുമാനം എടുക്കുക. എടുത്തില്ല എങ്കിൽ പിന്നെ അവിടുത്തെ നാട്ടുകാരിറങ്ങും, സ്വാഭാവികം. പിന്നെ അവിടെ റോഡ് തടയലാവും. അങ്ങനത്തൊക്കെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളാണെന്ന്. കാരണം ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നീ ഭീഷണിയാണോ എന്ന് കൂട്ടണ്ടെന്ന്. കാരണം നിങ്ങൾ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും സമരം ചെയ്യാമെന്നുണ്ടെങ്കിൽ പൊതുജനത്തിനും റോഡിലിറങ്ങി സമരം ചെയ്യാം. ഞങ്ങളും സമരത്തിന് ഇറങ്ങും. അങ്ങനെ എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകണം. പിന്നെ ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോ എന്തിനേറെ പറയുന്നത്, നമ്മുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് വേറെ ഇതിൽ അധികം റൗണ്ട് ഓടില്ല. കാരണം വണ്ടിക്ക് പണി കിട്ടും. പിന്നെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള മെമ്പർമാരും കൗൺസിലർമാരും ഈ വഴി പോവില്ല. കാരണം അവർക്കറിയാം റോഡിൻ്റെ അവസ്ഥ. ഞാൻ കുറേ ദിവസമായി നോക്കുന്നു, എല്ലാവരും മെയിൻ ഡാണാവ് വഴി അങ്ങനെ റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത്. ഈ സിവിൽ സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മാപ്രാണ്ടത്ത് അങ്ങനെ കയറി പോവും, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് കൂടി പോവും. ഈ വഴിയിലൂടെ വരുന്നില്ല. ആകപ്പാടെ വരുന്നത് ഈ ചീറിപ്പാഞ്ഞ് പോകുന്ന ബസ്സുകളും ഈ ക്രൈസ്റ്റിലേക്ക് ഇപ്പോൾ പുതിയ അഡ്മിഷനായിട്ട് വരുന്ന പിള്ളേരുകളുടെ വീട്ടുകാരുടെ വണ്ടികളുമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരിക. അല്ലെങ്കിൽ ഞങ്ങൾ വർഷക്കാലത്ത് ഞങ്ങൾ ചൂണ്ടയുമായി നടു റോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങും. അത് ഉറപ്പുള്ള കാര്യം. ആരും വന്നില്ലെങ്കിലും ഞാൻ ചൂണ്ടയുമായി അവിടെ ഉണ്ടാവും മീൻ പിടിക്കാൻ.